മഴ പെയ്താൽ അവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും മോശമാണ്. 50 കാറിൽ മുകളിലുണ്ടായിരുന്നതാണ്. ഇപ്പൊ വന്നൊരു 15 കാർ താഴെ ഉള്ളൂ. നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള ടാക്സി സ്റ്റാൻഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? ഏകദേശമൊക്കെ പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞു. സ്റ്റാൻഡിന്റെ അവസ്ഥയിൽ ഇപ്പോൾ മഴ പെയ്യാത്തതുകൊണ്ട് അവസ്ഥ കണ്ടാൽ മനസ്സിലായില്ല. മഴ പെയ്താൽ അവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും മോശമാണ്. എല്ലാ ഇതുകൊണ്ടും മലിനീകരണം കൊണ്ടും എല്ലാം ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ മറ്റുള്ള സ്ത്രീകളുടെ ശല്യങ്ങൾ വളരെയധികം മോശമാണ്. കാരണം ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എത്ര കാർ ഉണ്ടായിരുന്നു ഇവിടെ 10, 45, 50 കാറിൽ മുകളിലുണ്ടായിരുന്നതാണ്. ഇപ്പൊ വന്നൊരു 15 കാർ താഴെ ഉള്ളൂ. അതേപോലെ കുറെ ആൾക്കാർ ഈ ഫീൽഡ് നിർത്തിപ്പോയി, കുറെ ആൾക്കാർ മരണപ്പെട്ടു പോയി. പിന്നെ പുതിയ തലമുറ ഇതിലൊന്നും വരുന്നില്ല. ഒരൊറ്റ പുതിയ തലമുറ ഇന്ന് ഇവിടെ ഈ സ്റ്റാൻഡിലേക്ക് സ്റ്റാൻഡല്ല, എവിടെ ടൈ സ്റ്റാൻഡിലേക്ക് വരുന്നില്ല. ഓട്ടം കുറവാണ്, വളരെ കുറവാണ്. അത്യാവശ്യം ബാങ്കോ അല്ലെങ്കിൽ വല്ല PSCയോ അങ്ങനെ ഗവൺമെന്റിന് എന്തെങ്കിലും കിട്ടും. അങ്ങനെ വളരെ പൂർണ്ണമായി മരം വീണതാണ് അതിന്റെ മെയിൻ പ്രശ്നം. മരം വീണു, പിന്നെ ഈ മരം മുറിക്കുകയും ചെയ്തു, പകുതി പൊളിക്കുകയും ചെയ്തു. അതിന് ഞങ്ങൾക്ക് ഒരു എതിരുമില്ല. ഞങ്ങൾ ടാക്സി സ്റ്റാൻഡിന്റെ ടാക്സി ഭാഗത്ത് ഒരു എതിരുമില്ല. ഞങ്ങൾക്ക് അതിന് സൗകര്യത്തിന് ഒരു 10 ഷെഡ് എവിടെയും കെട്ടുക, മറ്റൊരു സ്ഥലത്ത് 10 ആള് വരുന്ന സ്ഥലത്ത്. കാരണം ടാക്സി സ്റ്റാൻഡ് എവിടെയും കൊണ്ട് മറിച്ച് കെട്ടണതല്ലോ. 10 ആള് വരുന്ന സ്ഥലത്ത് മുനിസിപ്പൽ സ്റ്റാൻഡായാലും കുഴപ്പമില്ല, സ്റ്റേഡിയം സ്റ്റാൻഡായാലും കുഴപ്പമില്ല. അത് ഞങ്ങൾ എവിടെയാണ് തരുന്നത് വെച്ച് ഞങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറുമാണ്.